ചിത്രകലയുടെ പുതിയ മാനങ്ങളിൽ സഞ്ചരിക്കുന്ന നമ്മുടെ ചിത്രകാരൻ ശ്രീ PM രാമനമ്പ്രാന്തിരിയുടെ കൂടുതൽ ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ സൂക്ഷിപ്പുകാരായ ക്ഷേത്രങ്ങളിലെ പൂരക്കാഴ്ചകളുടെ ചിത്രങ്ങളുമായി ശ്രീ PM രാമനമ്പ്രാന്തിരി വീണ്ടും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ ജീവൻ തുടിക്കുന്ന കലാവിഷ്കാരം നമുക്ക് നേരിട്ട് കാണാം. നിളാനദിയുടെ തീരങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന പൂരക്കാഴ്ചകൾ നമുക്കൊന്ന് ആസ്വദിക്കാം നമ്മുടെ ചിത്രകാരൻ്റെ വരകളിലൂടെ. ഹരി ഓം. പൂരക്കാഴ്ചകളിലും സമൂഹത്തിൻ്റെ വിവിധ ഭാവങ്ങളിലും ഉള്ള വിവിധ കോണുകളിൽ നിന്ന് ചിത്രകാരൻ ദർശിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്നു. ജീവസുറ്റ ഭാവാത്മകമായ ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം.
മനുഷ്യദർശനത്തിൻ്റെ വിവിധ ഭാവങ്ങൾ വരച്ചു കാണിക്കുന്ന ചിത്രകാരൻ്റെ ഭാവന എത്ര പുകഴ്ത്തിയാലും മതിയാവുകയില്ല, പൂർണ്ണമാവുകയില്ല. സാമൂഹ്യ സാംസ്കാരിക സാഹിത്യരംഗങ്ങളിലെ ഉന്നത പ്രതിഭകളും അദ്ദേഹത്തിൻ്റെ ചിത്രശേഖരങ്ങളിലുണ്ട്. നമുക്കൊന്ന് കണ്ണോടിക്കാം. സർ, അന്ന് നമ്മളെ കണ്ടതിന് ശേഷം കുറച്ച് കാലത്തേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. അപ്പോൾ അന്ന് നമ്മളെടുത്തത് നിറയിലെ തീരങ്ങളിലുള്ള ചില ചിത്രങ്ങളെ കുറിച്ചൊക്കെയാണ്. സാഹിത്യകാരന്മാരെ
ഇപ്പോൾ നമ്മുടെ കുറേ ഇടക്കാലത്തിന് ശേഷം കണ്ടുമുട്ടുകയാണ്. നിലവിലെ തീരങ്ങളിലെ ചില ചരിത്രകാരന്മാരെ സംബന്ധിച്ചൊക്കെയാണ് നമ്മളന്ന് ചിത്രങ്ങൾ കണ്ടത്. അപ്പോൾ അതിനുശേഷം സാറ് കുറേയധികം ചിത്രങ്ങൾ പൂരവുമായി ബന്ധപ്പെട്ട് വരച്ചിട്ടെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വിളിച്ചത്. ഏതായാലും അതുകൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഗ്രാമീണ ക്ഷേത്രങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് പങ്കുവയ്ക്കാം. എന്തൊക്കെയായിരുന്നു ഈ പൂരത്തിനെ സംബന്ധിച്ചുള്ള ചിത്രങ്ങളുടെ കാര്യങ്ങൾ സാർ നമുക്ക് പറയും. സംരംഭം ഇതിന് മുമ്പ് കണ്ടിട്ടില്ല, രജിസ്ട്രേഷൻ പ്രത്യേകിച്ചും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അവിടെ കാണുന്ന നമ്മൾ പ്രത്യേക ക്യാരക്ടേഴ്സിൻ്റെ അവരെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. കുറേ അവിടേക്ക് ഇതിനെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി അത് വീണ്ടും ഇവിടെ വന്നിട്ട് കൂടി തൂക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൂടിയുള്ള ചിത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ആദ്യത്തെ ചിത്രങ്ങളായിരുന്നു പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ചെറുക്കത്തൂർക്കാവിലാണെങ്കിൽ പിന്നെ മറ്റേ കുതിരകൾക്ക് പ്രാധാന്യം, വേറെ ചില സ്ഥലത്ത് ആനയ്ക്ക് പ്രാധാന്യം, വേറെ ചില സ്ഥലത്ത് പൂരം തറയ്ക്ക് പ്രാധാന്യം, ചില സ്ഥലത്ത് കാളവേലയ്ക്ക് പ്രാധാന്യം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇനിയുണ്ട് ചിലത് വരയ്ക്കാൻ, ഇപ്പോൾ കൽപ്പാത്തി തേര് അത് വരയ്ക്കാനുണ്ട്, പക്ഷെ അതൊന്നും ആയിട്ടില്ല. ഇനിയുണ്ട്, വരച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഇതൊക്കെ പെൻസിൽ ഡ്രോയിങ് ആണോ? ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് ഇല്ല, ഇങ്ക് ഡ്രോയിങ് ആണ്. ഇങ്ക് ഡ്രോയിങ്. കുറേ പിന്നെ ചാർക്കോൾ പെൻസിലുണ്ട്, ചിലത് പിന്നെ പെയിൻറ്റ് വാട്ടർ കളറുണ്ട്, ചിലത് ഓയിൽ പേസ്റ്റിലുണ്ട്. അങ്ങനെ 3-4 വിധത്തിലുള്ള ചിത്രങ്ങളാണ്. ഇതൊക്കെ വരയ്ക്കാൻ ഏകദേശം എത്ര സമയം എങ്ങനെയാണ്? സമയം കണക്കാക്കാൻ പറ്റില്ല, കുറേ വേസ്റ്റായി വീണ്ടും ഫുള്ള് വരയ്ക്കും. അങ്ങനെ വീണ്ടും കിട്ടിയിട്ടുള്ള ചിത്രങ്ങളുണ്ട്. വരയ്ക്കാൻ കിട്ടുന്ന സമയം രാവിലെ ഇത് തന്നെ, വേറെ പണിയൊന്നുമില്ലല്ലോ. വൈകുന്നേരം 4 മണി 5 മണി വരെ ഇത് വരയ്ക്കുന്നുണ്ട്, അതൊന്നുമില്ല. ഇരിക്കുക സാറ് നല്ലൊരു കർഷകനാണെന്ന് അറിയാം. ആ കാർഷിക വൃത്തിയുടെ ഇടയിൽ ഇപ്പം അതിന് പറ്റാതെ ആരോഗ്യം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കൂടി ഇപ്പോൾ പറ്റിക്കാന്നുകൊണ്ട് അതിനങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സാർ നമ്മുടെ പറഞ്ഞു നിർത്തിയത് എന്താണ്, ഇതിനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളെ വരയ്ക്കുന്നു. ആ ചിത്രത്തിൻ്റെ സ്വഭാവം, ചിത്രം എങ്ങനെയാണ് വരച്ച് തീർക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത്തരത്തിലുള്ള ചില സാഹിത്യകാരന്മാർ, കവികൾ, കഥകളി നടൻ കൃഷ്ണൻകുട്ടി, സദനം കൃഷ്ണൻകുട്ടി, അങ്ങനെയുള്ള ചിലരുടെയൊക്കെ കൃഷ്ണൻകുട്ടി ആശാൻ, അങ്ങനെയുള്ള ചിലരുടെ ചിത്രങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാഹിത്യകാരന്മാർ എം.ടി. വാസുദേവൻ നായർ, അതെ, അതുപോലെ പിന്നെ അക്കിത്തം വിജയൻ, ഒ.വി. വിജയൻ, പിന്നെ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. സി രാധാകൃഷ്ണൻ. പൂരവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളാണ്. പൂരക്കാർ, വന്യക്കാർ, അതുപോലെ കാണികൾ, കച്ചവടക്കാർ. അപ്പോൾ അങ്ങനെ പൂരവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മുടെ നാടൻ പൂരങ്ങളിൽ കാണുന്ന ചില ചിത്രീകരണങ്ങളാണ് നമ്മൾ. അത് ഈ വള്ളുവനാടിൻ്റെ പ്രത്യേകതയുള്ള പൂരമാണ്. ഉണ്ടായിക്കൊള്ളുന്നില്ല, അതൊക്കെ പുറത്തോട്ട് പോയാൽ ഈ മാതിരി അതിലെ പൂരം ഇവിടുത്തെ മാത്രം പ്രത്യേകതയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് വരയ്ക്കാൻ സാറ് നമ്മൾ അന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഒരു അനുബന്ധം വരയ്ക്കണമെന്ന് തീരുമാനിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ട്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് നമ്മൾ വേറൊരാൾ ചെയ്യാത്ത പണി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വേറൊരാൾ ഈ വരച്ച് കണ്ടിട്ടില്ല അങ്ങനെ ഒരു ചിത്രങ്ങൾ. അതുകൊണ്ട് അതിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതാണ് ആ ഒരു ഉദ്ദേശം വെച്ച് നടത്തില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ, ഈ പ്രസിദ്ധീകരണങ്ങളുടെ കാര്യങ്ങൾ, അതിനെന്തെങ്കിലും കവർ ചിത്രങ്ങൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ് ചെയ്യാറുണ്ടോ? ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്ന് പാരന്റ് ടീച്ചറാണ്. പിന്നെ വേറൊരു വ്യക്തിയുണ്ട്, ഭാരതി ടീച്ചർ നമ്മുടെ പത്തിപ്പാല സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. പ്രിൻസിപ്പലായിരുന്ന ഭാരതി ടീച്ചറുടെ ഒന്ന് സാഹിത്യ കൃതികൾക്ക് കവർ പേജിൽ പുസ്തകങ്ങൾ നൽകാൻ അത് അവർ പറയുന്നതിനനുസരിച്ചുള്ള ഒരു കവർ അല്ലേ? കവർ ചിത്രവും വേണം. അപ്പോൾ അത് വരച്ച് തുടങ്ങുന്നു അല്ലേ? ശരി. ഇതിൽ
ഇല്ലസ്ട്രേറ്റർ അതിന് ഇതായി ചിത്രങ്ങൾ ഇപ്പം ഇതിലുള്ള ഇല്ലസ്ട്രേറ്റർ ചിത്രങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അത് വരും. അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ സാറ് ഈ റിട്ടയറിന് ശേഷം ഇപ്പോഴും ഈ രംഗത്ത് ശ്രമിച്ചിട്ടുള്ള കാലഘട്ടമാണ്. അങ്ങനെ നമ്മൾ തുടർന്ന് പോവുകയാണ്. കഴിയുന്നത്ര കാലം ചെയ്യാമല്ലോ. കയ്യിലും കണ്ണിനും കേട്ടില്ലാത്തവർക്കുള്ള കാലം ചെയ്യാമല്ലോ. ഉണ്ട്. അതായത് ദൂരപ്പറമ്പിലൊക്കെ പോയി അഞ്ച് നടക്കലൊക്കെ കുറച്ച് വിഷമമുണ്ട്. ചിത്രകല അതുപോലെ സംഗീതം എന്നൊക്കെ പറയുന്നത് ഈശ്വരാനുഗ്രഹം. അത് എല്ലാവർക്കും കൃത്യമായിട്ട് ആർജിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നത് എനിക്ക് ഓർക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഡ്രൈവിങ്, സൈക്ലിങ്, നീന്തൽ ഇതൊക്കെ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ ഡ്രോയിങ്ങും സംഗീതവും അതുപോലെ കലകളും അതുപോലെ ഒരു സാധനമാണ്. നമുക്ക് പറ്റുന്നത്ര കാലത്തോളം തുടർന്ന് പോവുക. കഴിക്കാൻ നിർത്തും. അത് കണ്ണം കയ്യും പ്രധാനം. അതുകൊണ്ടോടത്തോളം ഞാൻ ചെയ്യാം. അപ്പോൾ പകലാണ് ഇത് കഴിക്കാൻ പറ്റുന്ന സമയത്ത് രാത്രി പറ്റില്ല. ഞാൻ ഇപ്പോൾ ഞാൻ പകലേ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം തന്നതിനും ഇത്രയെല്ലാം ചിത്രങ്ങൾ കാണാൻ കഴിയലും അങ്ങനെയൊരു വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഏതായാലും അഭിനന്ദനങ്ങൾ. നമസ്കാരം. നമുക്ക് ചിത്രങ്ങളിലേക്ക് കിടക്കും. നിർത്തതാണ് എല്ലാം ചെയ്തതാണ്. അത് ഈ ഗുരുതിയൊക്കെ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ എടുത്തത്. പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് കരിക്കത്തൂർ പൂരത്തിന് ഗുരുതിയൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് വരച്ചതാണ്. ഇത് എന്ന് വരച്ചാണെന്ന് അങ്ങനെയുള്ളൊരു ഡേറ്റ് ഒന്നും കൊടുക്കാറില്ല. ഡേറ്റ് ഒന്നും കൊടുക്കാറില്ല അല്ലേ? വരച്ച് കഴിഞ്ഞൊരു ഡേറ്റ് കൊടുക്കുന്ന ഒരു അങ്ങനെ അത് നമ്മൾ ആദ്യം കുറേ സ്കെച്ച് ചെയ്ത് പോന്നിട്ട് പിന്നീട് കംപ്ലീറ്റ് ചെയ്യാണ്. വീട്ടിൽ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ശരി, അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ട് അതൊന്നും ഡേറ്റ് ഒന്നും കുറേ ദിവസങ്ങളിൽ ഇടയ്ക്ക് ചെയ്തതാണ്. അപ്പോൾ ഡേറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ശരി. അടുത്ത ചിത്രം ഒരു എന്താ പറയുക, ലോട്ടറി വിൽപ്പനക്കാരനാണ്. ലോട്ടറി വിൽപ്പനക്കാരനാണ്. പൂരപ്പറമ്പിലെ ലോട്ടറി വിൽപ്പനക്കാരൻ അല്ലേ? ഇതോ? ഇത് പൂരപ്പറമ്പിലുള്ള നാടോടി നൃത്തം. കേരളത്തിലത്തെ അല്ല തോന്നുന്നു, എവിടുന്നോ വന്നിട്ടുള്ള നാടോടികളാണ് അവരുടെ. ഇത് പറയും. ഇത് കാളവേല കഴിഞ്ഞിട്ടേ അവർ വന്ന് വിശ്രമിക്കുന്ന സമയം. കാള നിർത്തിയിട്ട് അവിടെ വിശ്രമിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഒട്ടകവാദ്യന്മാരൊക്കെ ഉണ്ടല്ലോ, ഒരു തിരക്കിൻ്റെ ഇടയിലാണ്. പറയൂ. ഇത് അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ക്യൂ, ക്ഷേത്രത്തിലേക്ക് ഉള്ള ക്യൂ ആണ്. അതിൽ പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് ഇതൊരു ക്യൂ ആണ്. ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിനുള്ള ക്യൂ ആണ്. ശരി. നല്ല ഇങ്ങനെ ഒരു ജനക്കൂട്ടത്തെ വരയ്ക്കണമെങ്കിൽ കൂടുതൽ പാടുണ്ട് അല്ലേ? അത് കൂടുതൽ പാടുണ്ട്. ഒരു മുഖങ്ങളൊന്നുമില്ല. മുഖങ്ങളില്ല. അപ്പോൾ പിന്നെ ജനക്കൂട്ടമാണ്. അതെ. അപ്പോൾ ഇത് വരയ്ക്കാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു അല്ലേ? പല കർഷക്കാർ പല തരത്തിലുള്ളവരാണ്. പിന്നെ സ്വാഭാവികമായിട്ട് കാണുന്ന ആനയും ആനക്കാരും അല്ലേ? കുതിരവേല, കാളവേല എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ശരി. ഓരോരോ വ്യക്തികളെ ഇതാരൊക്കെയാണെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? ഒറ്റ ആൾ തന്നെ പല ആംഗിളിലുള്ള ഒരേ ആളാണ്. അത് ശരി. അത് പല ആംഗിളിൽ നമ്മൾ സർവ് ചെയ്തിട്ട് വരച്ചതാണ്. അതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ അല്ല, അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാവന എങ്ങനെ കിട്ടിയ? ഒരേ ഒരാൾ സ്കെച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതെയോ? പിന്നെ പേപ്പറിൽ സ്കെച്ച് ചെയ്യും. അത് ശരി. എനിക്ക് അതാദ്യം മനസ്സിലായില്ലായിരുന്നു. ശരി, അത് നന്നായിട്ടുണ്ട്. നല്ലൊരു ടീമായിട്ടുണ്ട്. അത് ഇന്നൊരാളെന്നൊന്നുമില്ല, ഏതോ ഒരാൾ, കണ്ടിട്ടുള്ള ഒരാൾ. ഇത് പറയും.
പഞ്ചവാദ്യത്തിൻ്റെ ആ പഞ്ചവാദ്യം അതൊക്കെ അത്രേ വരയ്ക്കാൻ പറ്റുള്ളൂ. ആൾക്കൂട്ടം അറിഞ്ഞിട്ടല്ലേ നമ്മളെ അവിടെ നിർത്തില്ലല്ലോ, തിരക്കാവില്ലേ, അതെ അതെ അത്രേ പറ്റുള്ളൂ. ആ ആ ആൾക്കൂട്ടല്ലേ ആൾക്കൂട്ടം. ഇതും അത് തന്നെ അല്ലേ? അത് പഞ്ചവാദ്യത്തിൻ്റെയാണ്, ഒരു ഭാഗമാണ്, ഓരോ ഭാഗമാണ്. ഇത് ഈ കുതിരകളി കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ രാവിലെയുള്ളൊരു കുതിരകളിയുണ്ട്. അതിന് വെളിച്ചപ്പാട് വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകും. അതായത് രാവിലെ ഒരു 5 മണിക്ക് ശേഷമൊക്കെയാണ്. അതിൻ്റെയൊക്കെ ചില രംഗങ്ങൾ വരച്ചതാണ്. അതൊക്കെ ഈ ആൾക്കൂട്ടുള്ളതൊന്നും നമ്മൾ അവിടുന്ന് സ്കെച്ച് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും വരച്ചുണ്ടാക്കുന്നത്. ഇതൊരു ആനയെ കൊണ്ടുവന്ന ചിത്രമാണ്. പൂരം കഴിഞ്ഞിട്ട് മടങ്ങുന്ന ആനയാണ്. പൂരം കഴിഞ്ഞ് മടങ്ങുന്ന ആന. ലോറിയിൽ കയറിയ ആനയാണ്. ശരി. അപ്പോൾ ഈ ചിത്രങ്ങൾക്ക് സാധാരണ നമ്മൾ ചില ടൈറ്റിലുകൾ കൊടുക്കാറുണ്ടല്ലോ, അങ്ങനെ അങ്ങനെ ഇതങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത എക്സിബിഷന് ഉപയോഗിക്കുന്ന ചിത്രമല്ല, വെറുതെ നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് വരച്ചുണ്ടാക്കാം. അല്ല പൂരങ്ങളുടെ ആവുന്ന സമയത്ത് ഇതിനൊക്കെ ഇതൊന്നും ആവശ്യക്കാരോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ. ബലൂണ് വിൽപ്പനക്കാരിയാണ്. ഇത് നാടോടിയിൽപ്പെട്ടതാണ്. ഒരു ചെറിയ കുട്ടിയായിട്ടാണ് പോകുന്നത്. അതിനൊന്നും വിവരണം ആവശ്യമില്ല. എങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. കാരണം പൂതനെന്തറിയും ഇപ്പോഴത്തെ എല്ലാ പൂരങ്ങൾക്കും ഉള്ളതാണല്ലോ വെള്ളുവനാട്ടില്. അതെ. ഇതും ഒരു വാലണ്ടിയർ മാതിരി അവിടുത്തെ സംസാരിക്കുകയാണ്. ഈ ബലൂണ് വിൽപ്പനക്കാരനാണ്. ബലൂണ് വിൽപ്പനക്കാരൻ. ബലൂണ് കാറ്റടിച്ച് നിറയ്ക്കണം. കുട്ടികൾ കൊണ്ടായിട്ടാണ് വിൽക്കുന്നത്. ഇയാളവിടെ ഇരുന്നിട്ട് കാറ്റടിച്ചുണ്ടാക്കിയാണ്. ശരി. ഇത് കുതിരക്കാരൊക്കെ വിശ്രമിച്ചിട്ട് നിൽക്കണം. കുതിരകളൊക്കെ ഇറക്കി വെച്ചിട്ട് ഒടുക്കം പൂരം കഴിഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, പകൽപ്പൂരം കഴിഞ്ഞിട്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലുള്ള കുറേ ആൾക്കാർ വിശ്രമിച്ചിട്ട് കുറേ ആൾക്കാരെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പൂരപ്പറമ്പിലത്തെ കാഴ്ചകൾ പന്തലും മറ്റേ ഇല്ല എന്താണെന്ന് പറയാം, യന്ത്രഊഞ്ഞാലോ രീതികളാണ്. ഇതൊക്കെ വാണിപ്പക്കാരാണ്. ഏതോ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള വാണിപ്പക്കാര്. കളിക്കോപ്പുകളൊക്കെ ഇല്ലേ, ചണ്ടമായിട്ട് ഇപ്പോൾ വിൽപ്പനക്കാരുണ്ടല്ലോ, ഉണ്ടാക്കുന്നവർ അവിടെ തന്നെ പണി ചെയ്യുന്നുണ്ട്. പറയും അവരുടെ കളിയുടെ സമയത്തുള്ള ഇതാണ് പൂതൻകറി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് വളവിൽപ്പനക്കാരി വിശ്രമിക്കുന്ന ആൾക്കാർ. ഇതാരാണ്? ഇത് ഈ കാള വേലയൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന ആൾക്കാർ. പിന്നെ ഇത് കുറേ സാഹിത്യകാരന്മാരായിട്ട് ബന്ധപ്പെടും അല്ലേ? ഇത് സി രാധാകൃഷ്ണൻ, നമ്മുടെ എന്താ പറയുക, കുറേ നോവലുകളുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി. അതെ. പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു നോവലൊക്കെ എഴുതിയ ആളല്ലേ. നല്ല മനസ്സിൽ തട്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. പറയൂ. ഇത് ഒ വി വിജയൻ, ഖസാക്കിൻ്റെ ഇതിഹാസം. MT വാസുദേവൻ നായർ. അദ്ദേഹത്തെ പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നാലുകെട്ടും ബാക്കിയുള്ള കുറേ കാര്യങ്ങളും കുറേ സിനിമാ കഥകളും ഒക്കെ എഴുതിയ, സിനിമയുടെ സംവിധാനവും ചിത്രീകരണവും ഒക്കെ നടത്തിയ പ്രഗത്ഭനായ മലയാളത്തിൻ്റെ പുത്രൻ MT വാസുദേവൻ നായർ. ഇദ്ദേഹം പറയൂ. പിന്നെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി.
അറിയാത്തവരുണ്ടാവില്ല. അതെ അറിയാത്തവരുണ്ടാവില്ല. അതെ അതെ ആ ഇത് നമ്മുടെ അടുത്തുള്ള സദനത്തിലത്തെ പ്രധാന വേദക്കാരനായിട്ട് ഉയർന്നിട്ട് ഇന്നിപ്പോൾ എന്താ പറയുക വളരെ ഉന്നതി നിൽക്കുന്നതാണ് സദനം കൃഷ്ണൻ. അതെ അതെ ശരി ശരി. പച്ചവേഷങ്ങളിലും കത്തിവേഷങ്ങളിലും കളങ്ങി നിൽക്കുന്നതാണ്. അതെ അതെ. ഇത് പറഞ്ഞു ലോട്ടറി വിൽപ്പനക്കാരനാണ്. വേറൊരു ലോട്ടറി വിൽപ്പനക്കാരനാണ്. പറമ്പിൽ നിറയേണ്ട നല്ല ജീവനുള്ള ചിത്രങ്ങളാണ്. കുറഞ്ഞ വരകളിലെ ജീവനുള്ള ചിത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇലസ്ട്രേഷനിൽ പെട്ടതാണ്. ഭാഗത്ത് പെട്ട ചിത്രങ്ങളാണ്. പറയും. ഇത് ഒരു വാദ്യം അല്ലേ? ചെണ്ട. ഇതൊരു ആനക്കാരനാണ്. ആനക്കാരൻ കുറച്ചൊക്കെ വരച്ചിട്ടുണ്ട്. അതങ്ങനെ തോന്നിച്ചിട്ടേ ഉള്ളൂ. കാലം അപ്പം ഇങ്ങനെ തോന്നിച്ചിട്ടേ ഉള്ളൂ. ഇതൊരു എന്താ പറയുക, അത് പക്ഷെ അത് പല ചിത്രം ഒന്നായിട്ട് വരച്ചതാണ്. പല ആംഗിളിലുള്ള ചിത്രം നമ്മൾ ഒന്നായിട്ട് വരച്ചു. ഓ ശരി. ഓ കാണുന്നവർക്കൊക്കെ പെട്ടെന്ന് ഈ സർക്കിളിൻ്റെ കാര്യം അത് ഇത് മാത്രം വരച്ചു. പിന്നെ മറ്റത് കൂട്ടിച്ചേർത്ത് അങ്ങനെയുള്ള ഒരു ചിത്രമാണ്. അത് ശരി. അങ്ങനെ ഒരു മറ്റത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ആൾക്കൂട്ടം അത്രയും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ ഒരു ഇതിനൊരു ഫോക്കസ് ചെയ്തിട്ട് വരച്ചതാണ്. അത് ശരി. ഓക്കെ ശരി. ഇതും ആനക്കാരൻ അല്ലേ? ആനയും ആനക്കാരനുമായിട്ട് ഇതിൻ്റെ കഴിഞ്ഞിട്ട് പോവുക അല്ലെങ്കിൽ കൊണ്ടുവരിക. ഏത് വേണമെങ്കിലാവാം. ആന എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതാണ് കാവലിൽ. ക്ഷേത്രത്തിലേക്ക് വണ്ടിക്കാര് ഇത് വളണ്ടിയർ, ക്ഷേത്ര വളണ്ടിയറാണ്. ദൂരത്തിന് പോയി നിരക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ആന നിരത്തി ഉണ്ടാവില്ലേ ദൂരത്തിന്. ഇനി അടുത്തത് ഇതും ആദ്യം പറഞ്ഞ മാതിരി ഗുരുതി നടക്കുന്ന സമയത്തുള്ള വെളിച്ചപ്പാട് ഗുരുതിയൊക്കെ എന്താ ഗുരുതിയോ? സമയത്തുള്ള വെളിച്ചപ്പാട് സമയത്തുള്ളതാണ്. സ്ത്രീകൾ കച്ചവടത്തിന് വന്നതോ? വന്ന് നിരത്തി വയ്ക്കുകയാണ്. അത് ശരി. കൂട്ടി ഉണ്ടാകുന്നുണ്ട്. ശരിയുള്ള ചിത്രങ്ങളാണ്. നമുക്ക് SVB ചിത്രകലാലയത്തിൻ്റെ സെക്രട്ടറി കൃഷ്ണകുമാറുമായി ഒന്ന് പരിചയപ്പെടാം. ഞാൻ SVB ചിത്രകലാലയത്തിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ശ്രീശങ്കര എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായി കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഞാൻ സേവനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാഷെ എനിക്ക് അറിയാം, എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. തിരുപ്പാല സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ കുറച്ചു കാലമായിട്ട് ലേശം അസുഖങ്ങളായതുകൊണ്ട് കുറച്ച് ബ്രേക്ക് വന്നിരുന്നു മാഷ്. ശേഷം വീണ്ടും മാഷ് വിദ്യാലയത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മാഷിൻ്റെ സേവനം
ഇനിയുള്ള വർഷങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടും. മാഷ ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ചിത്രരചനയോട് ഏറ്റവും കൂടുതൽ വാത്സല്യം വരുന്ന തരത്തിലും കുട്ടികളോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം സഹായം ചിത്രരചനയുടെ ലോകത്തേക്ക് വരാൻ മാഷക്ക് സാധിക്കും. അതുകൊണ്ട് മാഷക്ക് ആയുരാരോഗ്യ സൗഖ്യവും മാഷക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. നമ്മുടെ സേവനമൊക്കെ എങ്ങനെയാണ് ഇവിടെ മാഷ? ഞാൻ ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. മാഷല്ലേ? മാഷാണ്. ഞാൻ ശ്രീശങ്കര ഓറിയന്റൽ സംസ്കൃത സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായിട്ട്. സംസ്കൃത അധ്യാപകനാണ്? ഹിന്ദി അധ്യാപകനാണ്. ഹിന്ദി അധ്യാപകനായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ. ഇത് നമ്മളൊരു ടീച്ചേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻ കൂടിയാണ്. NGO ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ സംസ്കൃത പഠനം, ഹിന്ദി പഠനം, അതേപോലെ തന്നെ NIOSന്റെ പഠിക്കാൻ കഴിയാത്തവർക്ക് ഉള്ള പഠനങ്ങളുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ അധ്യാപകനും ചിത്രകാരനുമായ ശ്രീ PM രാമനെമ്പ്രാന്തിരി ഇപ്പോൾ കുട്ടികളെ ചിത്രകല പഠിപ്പിക്കുന്ന സ്ഥാപനമായ SBB ചിത്രകലാലയത്തിൻ്റെ അധികാരികൾക്കും കൃഷ്ണകുമാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാമീണ ക്ഷേത്രങ്ങൾ വിട പറയുന്നു. ഹരി ഓം. ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ കാവുകളിലും അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഇനിയും പൂരങ്ങളുടെ പെരുമ്പറകൾ മുഴങ്ങട്ടെ. ശ്രീ PM രാമനെമ്പ്രാന്തിരിയെപ്പോലുള്ള ചിത്രകാരന്മാർക്ക് ഇനിയും അവസരങ്ങൾ നൽകിക്കൊണ്ട് പൂരങ്ങൾ അരങ്ങേറട്ടെ. ചിത്രകാരൻ്റെ ഭാവനയിലെ പൂരങ്ങൾ ഇനിയും അഭ്രപാളികളിലും ക്യാൻവാസുകളിലും തെളിയട്ടെ. ഹരി ഓം.